ഡാം ഷീറ്റ്. എന്താ ഉണ്ടായത് ഇന്നലെ രാത്രി? സഡൻ അറ്റാക്ക് ആയിരുന്നു. അവളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ സഡൻ അറ്റാക്ക് ഓഫ് വാട്ട്? ഷീസ് എ സൈക്കാട്രിക് പേഷ്യന്റ്. സോ ഇന്നലെ അവളുടെ അവസ്ഥ വളരെ വേർഡായിരുന്നു. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഈ കേസിന്റെ ഗതി മാറും. യു നോ റൈറ്റ്? യെസ് മാം. വാട്ട് അബൌട്ട് ഹോസോപ്പ്? എന്നെ വന്ന് കാണാൻ പറ. ഞാൻ പറയാം. ജൂണി വേണ്ട, ഞാനൊന്ന് എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും പറയാനുമില്ല. പക്ഷെ എന്റെ യോജിക്ക് വല്ലതും സംഭവിച്ച പിന്നെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ മാത്രമല്ല, ഹോസോക്കും അവനെ ഞാൻ കൊല്ലും. നിനക്കറിയായിരുന്നു അവളാണെന്ന്? അവളോ? അവൾക്ക് എങ്ങനെയാണോ അതിന് കഴിയുക? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ യോജിക്ക് നേരെയാണ് കുറ്റം ആരോപിക്കുന്നതെന്നുണ്ടെങ്കിൽ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളെ വിട്ടേക്ക്. എനിക്ക് അവളെ ജീവനോടെ വേണം, പ്ലീസ്. അപ്പോൾ നിനക്കറിയോ ആരാന്ന്? എന്താ ഉണ്ടായേ? സഡൻ അറ്റാക്ക് ആയിരുന്നു. സോ കൊന്നോ നിങ്ങളെല്ലാരും ചേർന്ന് അതിനെ? അവൾക്ക് ദേഷ്യം കൂടുന്തോറും അവളുടെ സീൻ വേഴ്സ്റ്റ് ആയി വരും. സ്വയം കുഴിക്കരുത്. സോ യു ആർ ടെല്ലിംഗ് ദ കില്ലർ ഈസ് യൂജി? Yes, here's the case file. എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് യൂജി's പ്രീവിയസ് മെഡിക്കൽ റിപ്പോർട്ട്. കോർട്ടിൽ പ്രസന്റ് ചെയ്യാൻ ഈ തെളിവ് തന്നെ ധാരാളം. സാക്ഷികൾ 3 പേരുണ്ട്. 4. ശ്യാം, ജോസഫൈൻ, ജിൻ ആൻഡ് മീ. ശ്യാം ജൂണി അവൾക്കെതിരെ പറയുമെന്ന് തോന്നുന്നില്ല. യൂജി ഒരു സൈക്കാട്രിക് പേഷ്യന്റ് ആണെന്നുള്ളതിനുള്ള മുഴുവൻ തെളിവും ഇതിലുണ്ട്. ആൻഡ് ഓൾസോ മറ്റൊരു സാക്ഷി കൂടി, ഡോക്ടർ സാം കുര്യാക്കോസ്, the one who consulted her. Okay, it's enough. And tell everyone we're gonna close this case. Yes, sir. But sir, യുജി സൈക്കാട്രിക് പേഷ്യന്റ് ആണെന്നുള്ളത് നേര്. ബട്ട് ഈ മർഡർ ചെയ്തത് അവളാണ് എന്നുള്ള ഒരു തെളിവെങ്കിലും. ലെറ്റ്സ് സീ വാട്ട് ഗോണ ഹാപ്പൻ. ആൻഡ് ഇത് നാളെ തന്നെ കോർട്ടിൽ പ്രസന്റ് ചെയ്യണം. ഹലോ, നീ ആരാണ് നിന്റെ വിചാരം? നീ മാത്രം കരുതിയാൽ മതി ഈ കേസ് ക്ലോസ് ചെയ്യാൻ. നിനക്ക് എന്താ അറിയാ? പറ, നീ എന്താ വിചാരിച്ച അവളെ കുറിച്ച്? ശരിയാ, ഞാൻ അവളെ പേര് ഇതിൽ വലിച്ചിട്ടെ. അത് എന്റെ തെറ്റ്. ബോഡോ, നീ ഉണ്ടല്ലോ, നീ മഹാചെറ്റയാ. നിന്റെ അനിയനെ കൊന്ന എന്നുള്ള പേരിലാണ് നിനക്ക് അവളോട് ദേഷ്യം എന്നുണ്ടെങ്കിൽ നീ ഇത് കേട്ടോ. എനിക്ക് മനസ്സിലായി യുജി ഒരിക്കലും അത് ചെയ്യില്ല. നമ്മൾ ഇപ്പോഴും കേസിന്റെ ഹാഫ് പാർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ പിടി തരാത്ത ഒന്നും കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കേസ് ക്ലോസ് ആവും. ഏട്ടാ, താൻ എന്നാ വരുന്നേ? ഞാൻ അങ്ങോട്ടോ? ഇല്ലടാ, നീ ഇങ്ങോട്ട് പോരെ. ഇവിടെ കോളേജിൽ ഞാൻ അഡ്മിഷൻ സെറ്റാക്കാം. നീ വാ. പോരണമെന്നുണ്ട്, പറ്റത്തില്ല. എവിടെ അമ്മ? അടുക്കളയിലുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ ശരി ഏട്ടാ. പിന്നെ നിന്റെ ഫ്രണ്ട് എന്ത് പറയുന്നു, ആ പൂച്ച? ഓ, എന്ത് പറയാൻ, ആരേലും മാന്തി നടക്കുന്നുണ്ടാവും. ഓക്കെ ഏട്ടാ. കോഴി പൂച്ച, നീ എവിടെ ആയിരുന്നു? എത്ര നേരായിന്ന് അറിയോ? അത് ക്ലാസ്സിൽ ചെറിയൊരു സീൻ, അത് സോൾവ് ആക്കിയതാ. എന്തോ ആരാ സീൻ ഉണ്ടാക്കിയത്? ഞാൻ തന്നെ. അയ്യ, വാ, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഏതാ? ബാംഗ്ലൂർ ഡേയ്സ്. ഐഷ്, വാ. നസ്രീനെ കാണാൻ എന്താ ലുക്ക് അല്ലേ? നീക്ക് എന്നാ ലുക്കല്ലേ? എന്റെ അത്ര ഒന്നും വരില്ല. എന്നാ നസ്രി എന്റെ അത്രയും വരില്ല. നീ എന്തൊരു പൊസസീവ് ആടി. ഇങ്ങനെ പോയി ഞാൻ എങ്ങനെ കെട്ടും? നീ കെട്ടണ്ട. എനിക്ക് കെട്ടണം. നീ എങ്ങാനും കെട്ടിയ എന്നാ നിന്നെ കെട്ടട്ടെ. നിനക്ക് എന്നെ കെട്ടണോ? അയ്യടാ, എനിക്കാരും കെട്ടണ്ട. ആരാ? അയ്യോ, ശ്യാമാണ്. അതിന് നീ എന്തിനാ പേര്? അയ്യോ, തിയേറ്ററിലാണെന്ന് പറഞ്ഞ. വാ, നമുക്ക് പോവാം. കഴിഞ്ഞില്ല. എന്നാ നീ കണ്ടിട്ട് വാ. ഞാൻ കൊണ്ടുവിടാം. ഹലോ, നീ എവിടെ? ഞാൻ പുറത്താ. ഇവിടെ മാളിൽ ഷോപ്പിങ്ങിന് വന്നതാ. ആ, എന്നാ ഞാൻ
ഒരാൾ എന്റെ മുന്നിലുണ്ട്. ഓ ആണോ? എന്താ മോച്ചിയെ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്നാ തോന്നുന്നു. സബാഷ്, വാ ഇങ്ങോട്ട്. എന്നാ ശരിയടാ ബൈ. വിളിക്കണേ. ബാക്കി ഉണ്ടായാലും വിളിക്കാം. നിന്നോട് ഒരു 1000 തവണ ഞാൻ പറഞ്ഞിട്ടില്ല അവന്റെ കൂടെ പോവരുതെന്ന്. അതിനെന്താ, വല്ലതും നടന്നു. ഹീസ് മൈ ബെസ്റ്റ് 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 ഫ്രണ്ട്. അതിലുപരി താൻ കരുതുന്ന പോലെ ഒന്നുമില്ല. ഹീസ് മൈ സോൾ. എനിക്ക് അവനെ ഇഷ്ടാ. എന്റെ പപ്പ മമ്മ കഴിഞ്ഞ എനിക്കിഷ്ട അവനെയാ. അതെനിക്ക് ആരോടും പ്രൂവ് ചെയ്യണ്ട. നിനക്ക് എന്നാ അവൻ എന്നെക്കാളും വലുതായേ? ഞാനല്ലേ നിനക്ക് എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. പറ യൂജി. യൂജി അറിയോ? നീ പേടിക്കണ്ടടാ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. You're such a fucking hoe, I love it. I know you like it more, I love it. I'll fuck you when I'm old, I love it. ഓസോക്, കം ടു മൈ ക്യാബിൻ. വാട്ട് ഇസ് ദിസ് ഓസോക്? ആ കൊച്ചിനും എല്ലാം സംഭവിച്ചിരുന്നാൽ ആരുത്തരം പറയും? ഞാൻ കണ്ടു താൻ സമ്യം ചെയ്തത്. അത് അവൾ സൈക്കാട്രിക് പേഷ്യൻ്റ് ആണെന്നുള്ള തെളിവാണ്. അതിലുപരി ഒന്നുമല്ല. പ്രതിയുടെ മൊഴി എടുക്കണം. യെസ്, പ്രതിയുടെ മൊഴി എടുക്കാതെ കേസ് ഹാജരാക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ അവളെ മൊഴിയെടുക്കെന്ന് പറഞ്ഞ ഞാൻ എടുത്തോളാം. വേണ്ട. നീ മിണ്ടാതിരി. ഹോസോ, കാര്യങ്ങൾ കൈവിട്ടു പോകരുത്. എനിക്ക് ഇപ്പോഴും നിന്നിൽ ഒരു വിശ്വാസമുണ്ട്. അതിന്റെ ഉറപ്പില്ല. യു നോ റൈറ്റ്. We'll see you tomorrow. Bye. ഞാൻ വരുന്നു. അതെ ചായ, നമ്മൾ എടുത്തു ചാടിയില്ലേ എന്നൊരു ഇല്ല. ഇത്ര പെട്ടെന്ന്? വാ, എന്താ? ഒരു പാട്ട് പാടാൻ കൂടുന്നു ഒപ്പം. ഹോസോക്ക്, എന്നതാ ജൂണി? ഞാൻ ഈ അമ്മച്ചിയുടെ മൊഴിയൊന്ന് എടുക്കട്ടെ. കുറച്ചു നേരം പുറത്തിരുന്നാൽ. ഈ അവസ്ഥയിലോ? ആ, ഈ അവസ്ഥക്ക് എന്താ പ്രശ്നം? പറ്റില്ല. ഇവളെ ഒറ്റക്ക് വിടാൻ പറ്റില്ല. ഒറ്റക്കല്ലല്ലോ, എന്റെ കൂടെയല്ലേ. പറ്റില്ലാന്ന്. ചേച്ചി പ്ലീസ് നിർത്ത്. ജൂണി, നീ പുറത്തു പോ. അയാൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അറിയട്ടെ. കേട്ടല്ലോ? യൂൻജി സാമുവൽ ജോർജ്. വിഷമായോ നിനക്ക്? വെറുപ്പാണ്. ആരോട്? എന്നോട് തന്നെ. നല്ലതാ, പോവാം. യെസ്, കമിൻ. ഇരിക്ക് ജന്നേട്ടാ. ഇരിക്കടോ ജിന്നേട്ടാ. ഡാ, ആ ഡോർ ഒന്ന് ലോക്ക് ചെയ്തേക്ക്. യെസ്, നിങ്ങൾ കരുതുന്ന പോലെ കില്ലർ യൂജി ആയിരിക്കാം. ബട്ട് അവളെ കേസ് ഡിഫറെന്റ് ആണ്. നമുക്ക് ആർക്കും അറിയാത്ത ഒരാൾ ഇതിന്റെ ഉള്ളിൽ കളിക്കുന്നുണ്ട്. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. What do you mean? I think someone is using her. What? Yeah, ഉള്ളിൽ നിന്ന് കളിക്കുന്ന ഒരാൾ. ആൻഡ് യൂജി അതിലൊരു വെപ്പൺ മാത്രം. അങ്ങനെ ആക്കി തീർത്തു. ആര്? അവൾക്ക് വിശ്വാസമുള്ള ആരോ ഒരാളാണ് ചാൻസ്. അന്ന് യൂജി കയ്യിൽ മുറിവായി വന്ന ടൈമിൽ ഞാൻ അവളെ ഡയഗ്നോസ് ചെയ്തിരുന്നു. അപ്പൊ തൊട്ട് എനിക്ക് വന്ന ഡൗട്ടാണ്. ഷീ ഈസ് നോട്ട് നോർമൽ. ഹർ പെയിൽ സ്കിൻ, ദ ഐ. ആൻഡ് വിത്ത് ഹിസ് പെർമിഷൻ ഞാൻ അവളുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തിരുന്നു. അത് നിങ്ങൾ ഫോറൻസിക് ടീം കൊണ്ടുപോയി എന്ന് പറഞ്ഞ അതേ ദിവസം ഞാൻ അത് ടെസ്റ്റ് ചെയ്തു. ബട്ട് അന്ന് എനിക്കൊന്നും കിട്ടിയില്ല. ബട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങിയപ്പോഴാണ് അന്ന് അച്ഛൻ പറഞ്ഞത് ഓർമ്മ വന്നത്. മേ ബി ഡ്യൂ ടു ഹൈ CNS സ്റ്റിമുലൻസ്. സോ ഐ ജസ്റ്റ് ചെക്ക്ഡ് ഹർ ബ്ലഡ് അഗെയിൻ. ഹി വാസ് റൈറ്റ്. അതും കൂടാതെ അവളുടെ ബ്ലഡിൽ മറ്റെന്തോ ഒന്നുകൂടിയുണ്ട്. ആൻ അൺഐഡന്റിഫൈഡ് മോളിക്യൂൾ. കോമൺലി അത് ഈ മനുഷ്യരുടെ ബ്ലഡിൽ ഒന്നും കാണില്ല. വൈറസ് മറ്റോ ആണെങ്കിൽ അതിൻ്റെതായ സിംറ്റംസ് ഉണ്ടാവും. ബട്ട് ദിസ് വാസ് ഡിഫറെന്റ്. What was that? ഡോക്ടർ, Her body is very weak.
ഡാ നിനക്ക് എന്തിന്റെ കേടാ? നീ ആരാന്ന് നിന്റെ വിചാരം? നീ എന്റെ യൂജിനെ ശ്യാം സീൻ ഉണ്ടാക്കരുത്. എന്റെ പോയി നിന്റെ യോജിക്ക് കഞ്ഞി കൊടുക്ക. ഓക്കേടാ ഞാൻ ഇറങ്ങാണ്. ഫെലിക്സ് നീ ഇവിടെ നിന്നോണം. Sir, here's the detail. CCTV footage. ലിസ, വൈ ദിസ് റെസിഗ്നേഷൻ ലെറ്റർ? ഒന്നുമില്ല, ഞാനിവിടെ നിന്ന് അമ്മയെ ആര് നോക്കും? അപ്പൊ നിന്റെ ഡ്രീംസ് ആലോചിച്ചോ നീ? ഒരുപാട് തവണ. അത് അവൻ തന്നെയല്ലേ? അതെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഒത്തിരി ആലോചിച്ചു. താങ്ക് യു സർ. ലിസ താൻ എന്തിനാണ് റിസൈൻ ചെയ്യുന്നേ? നിനക്കറിയാം നിന്റെ ഏജിലുള്ള എത്ര പേരുടെ ഡ്രീമാണ് ഈ ജോബ് എന്ന്. എനിക്ക് പറ്റില്ല, എന്റെ അവസ്ഥ നിനക്കറിയില്ലേ? എല്ലാം കൈവിട്ട് പോവാണ്. എനിക്ക് പറ്റില്ല, എന്റെ ഡ്രീം അത് ഞാൻ മറന്നോണം. ലിസ പ്ലീസ് നീ പോവരുത്. വേണ്ട. ഹലോ വാട്ട് ഹൂ? എന്നിട്ട് ആരാ കേസ് വാദിക്കുന്നേ? ഓ ദാറ്റ്സ് ടു ഫാസ്റ്റ്. ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ എക്സാം മാറ്റി വെച്ചോ? ഏ കാര്യം പറ. നമുക്കെതിരെ കോർട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തെന്ന്. ഹൂ? ശ്യാം. ആയി ശരി. എന്തിന്? യുജിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ നോക്കിയാണ് പേര്. Wow. That's so interesting. പൊട്ട നീയാ മെയിൻ പ്രതി. അതിന് ഇതൊക്കെ ഒരു പ്രിവിലേജ് അല്ലേ നമ്മുടെ നാട്ടില്? നിനക്ക് ഭ്രാന്തായോ? ആരാ അഡ്വക്കേറ്റ്? രമിക അമ്മേനൻ. സുമ്മാവാ. സോ ദ സ്റ്റോറി ബിക്കം ഇൻട്രസ്റ്റിംഗ്. ഇനിയിപ്പോ നമ്മളൊന്നും ചെയ്യേണ്ട ചിന്നേട്ടാ, എല്ലാം വഴി ശരിയാവും. അവന്റെ കുഴി അവൻ തന്നെ കുഴിച്ചെന്ന് കൂട്ടിയാ മതി. അതിനു മുന്നേ കുറച്ച് പണിയുണ്ട്. ഈ കരുതുന്ന പോലെയല്ല രമിക. ഷീ ഈസ് ബ്രേവ്. വാദിച്ച കേസൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. സത്യത്തിൽ നമ്മൾ ഇവിടെ എന്തിനാ വന്നത്? യുജിയുടെ പേരൻസിന്റെ കേസ് അന്വേഷിക്കാൻ. ആരാ കേസ് കൊടുത്തേ? യുജി. ഇപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ആരാ? യുജി. ആ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ റോള്? ആൻസർ ഇല്ല. ബട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അനിയന്റെ വിധിക്ക് വേണ്ടിയാ. അവന്റെ മരണത്തിന് കാരണക്കാരൻ ആരാണേലും അവനെ കൊല്ലാൻ. അപ്പൊ യുജി അവളെ സേഫ് ആക്കണം. പിന്നെ യുനോ മിസ്റ്റർ ജിൻ, എന്തിനാ ചുമ്മാ എന്നെ കളിപ്പിക്കുന്നേ? ഇവിടെ ഇപ്പൊ നമുക്ക് ആവശ്യം ഇലക്കും മുള്ളിനും കേടില്ലാതെ കേസ് ജയിക്കണം. എങ്ങനെ? അവൻ വരണം. ഈ കഥയുടെ അന്ത്യത്താണ്. അതോടുകൂടെ ഈ സ്റ്റോറി കഴിയും. അവൻ വരുമോ? യെസ്, ഈ കേസ് അവൻ വാദിക്കും, ജയിക്കും. ഇനി വന്നില്ലേ? വരാതിരിക്കാൻ അവന് പറ്റില്ല.